വിശുദ്ധ വാരത്തിലെ അനുഗ്രഹീതമായ ഒരു ആത്മീയ തീർത്ഥാടനത്തിലാണല്ലോ നമ്മൾ ആയിരിക്കുന്നത്. എന്താണ് തീർത്ഥയാത്ര? മനോഹരമായിരിക്കുന്ന വ്യാഖ്യാനം കേട്ടത് ഇങ്ങനെയാണ്: തീരാത്ത അർത്ഥം തേടിയുള്ള യാത്രയാണ് പോലും തീർത്ഥയാത്ര. എന്തായിരിക്കും തീർന്നു പോകാത്ത അഥവാ തീരാത്ത അർത്ഥമെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. വാസ്തവത്തിൽ അറിവല്ലേ ആരുടെ ജീവിതത്തിൽ നിന്നും അന്യം വന്നു പോകാത്ത സമ്പത്ത്? അറിവ്. അതിലുപരി ആത്മജ്ഞാനം തേടിയുള്ള ഒരു യാത്രയാണ് തീർത്ഥയാത്രയായി തീരുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കുഞ്ഞു വാക്ക് ഇങ്ങനെയാണല്ലോ: ഞാൻ പോയേ ജ്ഞാനം വരും, ജ്ഞാനം വന്നേ ഞാൻ പോകൂ എന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ നിന്ന് അഹന്ത എപ്പോഴാണോ പടിക്ക് പുറത്തേക്ക് പോകുന്നത്, അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അറിവ് നിറയുക. അറിവ് എപ്പോഴാണോ നിറയുന്നത്, അപ്പോഴാണ് ജീവിതത്തിൽ നിന്ന് അഹന്ത പുറത്തു പോകുകയുള്ളൂ. ഏറെ ശ്രദ്ധേയമായ ഒരു വാചകം വായിച്ചത് ഇങ്ങനെയാണ്: അറിവുണ്ടെന്നുള്ള അഹങ്കാരമുണ്ട്, എന്നാൽ അഹങ്കാരമുണ്ടെന്ന അറിവ് ഇല്ല പോലും. ഈ വിശുദ്ധ വാരം വിശ്വാസികളായ നമ്മെ കുറെ കൂടെ ഒരാത്മ അവബോധത്തിലേക്ക് വഴി നടത്താനുള്ള അനുഗ്രഹീതമായ ആഹ്വാനമാണ് നൽകുന്നത്. പറഞ്ഞത് 3 കാര്യങ്ങളെ ഉള്ളൂ. 1, തീരാത്ത അർത്ഥം തേടിയുള്ള യാത്രയാണ് തീർത്ഥയാത്ര. ജീവിതത്തെ തീരാത്ത അർത്ഥം, അതായത് ദൈവീക ജ്ഞാനം തേടിയുള്ള ഒരു യാത്രയാക്കി നമുക്ക് മാറ്റാം. 2, ഞാൻ പോയി ജ്ഞാനം വരൂ, ജ്ഞാനം വന്നേ ഞാൻ പോകൂ എന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 3, അറിവുണ്ടെന്ന് അഹങ്കരിക്കുന്നതിനേക്കാൾ അഹങ്കാരമുണ്ടെന്ന അറിവുണ്ടാകുന്നതല്ലേ അനുഗ്രഹകരം. ഈ വിശുദ്ധ വാരം ആയതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.